പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ തൃപ്പൂണിത്തുറ മരട് സ്വദേശിയാണ്. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് 90കളുടെ തുടക്കത്തിലൊക്കെ എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ എണ്ണം കുറവായിരുന്നു. കിഡ്നി രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഉള്ള നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എന്നല്ല, ഇന്ത്യ പൊതുവെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്രധാനമായിട്ടുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 90കളുടെ തുടക്കം തൊട്ട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന ശീതളപാനീയങ്ങളുടെ വലിയൊരു മാർക്കറ്റുണ്ട്. ആ കമ്പനികളുടെ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ഒരു മാർക്കറ്റ് നമ്മളെ വല്ലാണ്ട് രോഗികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഹൈ കണ്ടെയ്ൻറ്റ് ഷുഗറും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ശരീരം പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ നമ്മൾ പിന്നെയും ആ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചു കയറ്റിക്കൊണ്ട് ഹൈ കണ്ടെയ്ൻറ്റ് ഷുഗറും കയറ്റിക്കൊണ്ട് നമ്മുടെ ഈ ശരീരത്തിനുള്ളിലെ ഇൻറ്റേർണൽ ഓർഗൻസ് കംപ്ലീറ്റ് തകർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കടന്നുവരവോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ശീതളപാനീയങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, പ്രധാനപ്പെട്ട പ്രമുഖ ബ്രാൻഡ് പരസ്യങ്ങൾ നൽകി ഇവിടെ വലിയ വലിയ സ്പോർട്സും കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്യുന്ന വലിയ കമ്പനികൾ അവരവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നുണ്ട്, അവർ വലിയ ലാഭം നേടുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബിസ്ലറി എന്ന് പറയുന്ന ഒരു അവരാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ സംഭവം ഇറക്കിയത്. അതിനു മുമ്പ് ഞാൻ കുപ്പിവെള്ളമൊന്നും കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കാണുന്ന ബിസ്ലറിയാണ്. പിന്നീട് ഈ ശീതളപാനീയങ്ങളുടെ കടന്നു വരവോടുകൂടി എല്ലാവരും അത് കഴിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും കിഡ്നി രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തരും കഴിക്കുമ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് പിന്നെ ഈ രോഗങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട് അടുത്ത തലമുറയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ ആശുപത്രികൾ വേണം, എയിംസ് ഇവിടെ വേണം, അവിടെ വേണം, ഇവിടെ വേണം എന്ന് മത്സരിക്കുന്നതിന് പകരം എങ്ങനെ രോഗങ്ങളെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നതായിട്ട് ആരും അത് ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിക്കാറില്ല. അതായത് ഈ പറഞ്ഞ ശീതളപാനീയങ്ങൾ ഒന്നും തന്നെ ഞാൻ കഴിക്കാറില്ല. കാരണം കഴിക്കേണ്ട ഗതികേട്, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നേരിട്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. കഴിവതും നിങ്ങളെല്ലാവരും, അത് നമുക്കിപ്പോൾ പോയിട്ട് ശീതളപാനീയം നിരോധിക്കാനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് നിരോധിക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല. എത്ര ടാക്സ് കിട്ടുന്നത് നിരോധിക്കില്ല. പക്ഷേ നമുക്കത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്ലോലി അത് നമ്മുടെ സമൂഹത്തിൻ്റെ വാണിജ്യ മേഖലയിൽ നിന്ന് അത് താനേ ഒഴിവാക്കി പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇത് എനിക്ക് വേണ്ടി പറയുന്നതോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഗുണം കിട്ടാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. എല്ലാവരും ഈ ശീതളപാനീയങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന കോള ഉൽപ്പന്നങ്ങളെല്ലാം എന്ത് തന്നെ ആയാലും കുപ്പികളിൽ വരുന്ന സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. കുട്ടികൾക്ക് കൊടുക്കുക പോലും ചെയ്യരുത്. ഞാൻ നേരിട്ട് മുംബൈയിൽ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെപ്സി പേര് പറയേണ്ടി വന്നു. കൊച്ചിന് വേണമെന്ന് നിർബന്ധം. അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടിട്ട് അവൻ്റെ അമ്മ മേടിച്ചു കൊടുക്കുകയാണ്. അവനത് ഇരുന്ന് ഫുള്ള് കുടിക്കുകയാണ്. അവൻ ഡെയിലി ഒരെണ്ണം വേണോ അത്രേ. അവൻ്റെ ഉള്ളിലെ അവയവങ്ങളൊക്കെ ഏത് കോലത്തിലാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഹൈ കണ്ടെയ്ൻറ്റ് ഷുഗറാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് എല്ലാവരും കഴിവതും ഒഴിവാക്കുക. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. കാരണം ഇതിൻ്റെ ദൂഷ്യഫലം, ഇന്നൊരു കുപ്പി കുടിച്ചു, നാളെ ഒരു കുപ്പി കുടിച്ചു, ഇത് കുടിക്കുന്നു പറയുന്നത് പ്രശ്നമാണ്. വെച്ചാൽ ഒരു തരിയാതെ ഒരു കോട്ടണിൽ എടുത്തിട്ട് നമ്മൾ ഒരു തുരുമ്പുള്ള ഭാഗത്ത് തുടച്ചു നോക്കിയാൽ തുരുമ്പ് ക്ലീനായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സാധനമാണ് നമ്മൾ കുടിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ ഹൈ കണ്ടെയ്ൻറ്റ് ഷുഗറായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഉള്ളിലെ അവയവങ്ങളെ നശിപ്പിക്കുന്ന സാധനങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ഒഴിവാക്കുക. ഇത് സിഗരറ്റിനേക്കാട്ടിലും എന്താ പറയുക, മദ്യത്തിനേക്കാളൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സാധനം തന്നെയാണ്. പക്ഷെ അതിനെതിരെ ആരും പരസ്യം കൊടുക്കാനോ അതിനെതിരെ ആരും ബോധവൽക്കരിക്കാനൊന്നും ആരും നടക്കില്ല. പക്ഷേ ഇത് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും അത് ഒഴിവാക്കുക. ഒരു കാരണവശാലും കുട്ടികൾക്ക് അത് കൊടുക്കരുത്, കൊടുത്ത് പ്രോത്സാഹിപ്പിക്കരുത്. എനിക്കതാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.